മാതൃകാപരമായ ഒരു വാർത്ത വരുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നാണ്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് UDF ഇന്ന് ഹർത്താൽ ആഹ്വാനം ചെയ്തിരുന്നു. രാവിലെ പ്രശാന്ത് നിലമ്പൂർ അതിന്റെ വിവരങ്ങൾ നമുക്ക് നൽകിയിരുന്നു. സാധാരണക്കാരെ ഏറ്റവും കുറച്ചു മാത്രമേ ബാധിക്കൂ എന്ന് ആയിരുന്നു രാവിലെ തന്നെ പ്രശാന്ത് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഈ ഹർത്താൽ ഇപ്പോൾ പിൻവലിച്ചതായി UDF അറിയിക്കുകയാണ്. സാധാരണക്കാർക്കും പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടായേക്കാവുന്ന അസൗകര്യങ്ങൾ കണക്കിലെടുത്ത് ഹർത്താൽ പിൻവലിച്ചുവെന്നാണ് പെരിന്തൽമണ്ണയിലെ UDFന്റെ ഭാരവാഹികൾ അറിയിക്കുന്നത്. പ്രശാന്ത് നിലമ്പൂർ ചേരുന്നു. ഒരിക്കൽ കൂടി പ്രശാന്തെ, ആ ഹർത്താൽ പിൻവലിക്കുന്നു, നല്ല കാര്യം അല്ലേ? അഭിഷേക്, അതിനെ സ്വാഗതം ചെയ്യണം. കാരണം വലിയ തോതിൽ പ്രയാസം ആളുകൾക്കൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികൾ പല സ്കൂളുകളിലും ഇന്ന് പരീക്ഷ നടക്കുന്നുണ്ട്. മാത്രമല്ല ഹോട്ടലുകൾ അവരൊക്കെ വലിയ സങ്കടത്തിലായിരുന്നു. കാരണം ഭക്ഷണം സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുന്നു, ജോലിക്ക് പോകേണ്ട ആളുകൾ. അങ്ങനെ ഇന്നലെ രാത്രി 11:30 ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചാൽ പെരിന്തൽമണ്ണ പോലെ പ്രത്യേകിച്ച് ആശുപത്രികളിലേക്ക് വരുന്ന ആളുകൾ, ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളിൽ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. ഈ ഹർത്താൽ ഇങ്ങനെ രാത്രി ഹർത്താൽ പ്രഖ്യാപിച്ചത് സ്വാഭാവികമായും വലിയ തോതിലുള്ള വിമർശനത്തിനും കാരണമായിരുന്നു. ഇതിനിടയിലാണ് മാതൃകാപരമായ നിലപാടിൽ UDF എത്തിച്ചേർന്നിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന രണ്ട് കാരണം, ഇങ്ങനെ ആളുകൾക്ക് ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടും അതുപോലെ തന്നെ പ്രതികളെ എന്ന് സംശയിക്കുന്ന 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഹർത്താലുമായി മുന്നോട്ട് പോകുന്നില്ല, ഹർത്താൽ പിൻവലിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും അതിൽ ആശ്വാസമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നഗരത്തിൽ വലിയ ജാഗ്രത പാലിക്കുന്നുണ്ട്. CPM ഓഫീസിന്റെയും ലീഗ് ഓഫീസിന്റെയും ഒക്കെ മുന്നിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഹർത്താൽ പിൻവലിച്ചതോടെ സാധാരണക്കാരായ ആളുകൾക്ക് ആശ്വാസമായിട്ടുണ്ട്. ശരി പ്രശാന്ത്, പെരിന്തൽമണ്ണക്കാർ പ്ലീസ് നോട്ട്, ഇന്ന് ഹർത്താൽ ഇല്ല. കഴിഞ്ഞ ദിവസം ശ്രീനേട്ട ഓർമ്മയായപ്പോൾ കേട്ടൊരു വാക്കാണ്, ഞാൻ ചെയ്യാതിരുന്ന സിനിമകളാണ് മലയാള സിനിമയ്ക്കുള്ള എൻ്റെ സംഭാവന. മനുഷ്യൻ്റെ പണവും സമയവും ചെലവഴിച്ച് തിയേറ്ററിൽ കയറുന്ന മനുഷ്യന് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം തന്നെയായിരുന്നു അത്. അതുപോലെ UDF ഇന്ന് ചെയ്യാനിരുന്ന ഈ ഒരു ഹർത്താലുണ്ടല്ലോ, അത് മാറ്റിവെച്ചത് തന്നെയാണ് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ജനങ്ങൾക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്, തൊട്ടതിനും പിടിച്ചതിന് ഹർത്താൽ വെച്ച് ജനജീവിതം സ്തംഭിപ്പിക്കരുത്. നിങ്ങളിന്ന് ഈ ഹർത്താലിന് നോ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരെ പോലെയും നിങ്ങളും ഒരു വൃത്തികെട്ട രാഷ്ട്രീയ പാർട്ടി, അത്ര തന്നെ. പക്ഷേ നിങ്ങളുടെ ഈ ഒരു നോ, അത് നാളെ ചരിത്രമാവും. പുതിയ തലമുറ വോട്ടേകാൻ ഇത് മതി, ഇത് മാത്രം മതി.